നവരാത്രി ആഘോഷമുള്ളതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജ് പുലാവും പിന്നെ കോളിഫ്ലവർ ഫ്രൈയും പിന്നെ ഒരു കച്ചമ്പറിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്. അപ്പം ഇന്ന് നമുക്കൊരു പുലാവും കോളിഫ്ലവർ ഫ്രൈ എളുപ്പത്തിൽ റെഡിയാക്കിയാലോ. അപ്പം അതിനായിട്ട് ഞാൻ കുറച്ച് കോളിഫ്ലവർ ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പം ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ വെള്ളം കുറച്ച് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകിയ കോളിഫ്ലവർ ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം. 2 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് അരിപ്പയിലിട്ടിട്ട് ഊറ്റിയെടുക്കാം. നമുക്ക് കോളിഫ്ലവറിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് 4 ടേബിൾ സ്പൂണ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ, പിന്നെ നമുക്ക് വേണ്ടത് 1.5 ടീസ്പൂണ് മുളക് പൊടിയാണ്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാല. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ഇടാം. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. കോളിഫ്ലവറിലെ നല്ല മസാല എല്ലാം പിടിച്ച് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എണ്ണ ചൂടാക്കിയതിലേക്ക് ഇട്ട് കൊടുക്കാം. കോളിഫ്ലവർ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുലാവ് റെഡിയാക്കാനായിട്ട് ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് കഴുകിയിട്ട് ഒന്ന് അരിപ്പയിലിട്ട് വെക്കാം. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യോ ഓയിലോ ബട്ടറോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് കുറച്ച് ഗ്രാമ്പു, പട്ട, പിന്നെ ഒരു 3 ഏലക്ക ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1.5 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചതച്ചത് ഇട്ട് കൊടുക്കാം. നമുക്ക് ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് എരിവ് താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. ഞാനിപ്പം ആദ്യം ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, മുറിച്ചത് നീളത്തിൽ. പിന്നെ ഒരു നീളത്തിൽ മുറിച്ച ഉള്ളി അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഉള്ളി ജസ്റ്റ് ഒന്ന് വഴഞ്ഞിട്ടാൽ കുറച്ച് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അധികം വാടി വരണ്ട, ജസ്റ്റ് ഒന്ന് ആയാൽ മതി. അതിലേക്ക് ഞാനൊരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഒരു ക്യാരറ്റ് ചെറിയ കഷ്ണമാക്കി മുറിച്ചത്. ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന ഗ്രീൻ പീസാണ്. ഇത് ഞാൻ കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് ഒരു 1/2 കുക്കാക്കിയിട്ട് വേവിച്ചെടുത്തതാണ്. അതിട്ട് കൊടുക്കാം. നിങ്ങളതിൽ ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിലും അതായത് ഇട്ട് കൊടുത്താലും മതി. അപ്പം ഉരുളക്കിഴങ്ങ് ക്യാരറ്റെല്ലാം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു 3 മിനിറ്റ് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റിന് ശേഷം നമുക്ക് നേരത്തെ കഴുകി വെച്ച് അരി ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് 3 മിനിറ്റ് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാനിവിടെ 4 ഗ്ലാസ് വെള്ളം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ആ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഹൈ ഫ്ലെയിമിലാണ് ഞാനിപ്പം വെക്കുന്നത്. ആദ്യം 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ശേഷം നമുക്കിതൊന്ന്
ഇളക്കി കൊടുക്കാം. അതിനുശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പം ചെറിയ ഫ്ലെയിമിൽ ഞാൻ പുലാവ് 15 മിനിറ്റ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായി. അപ്പോൾ അത് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. അവസാനം നമുക്ക് പുലാവിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കാം. നെയ്യിൽ അണ്ടിപ്പരിപ്പ് കൊടുക്കാം. കുറച്ച് മുന്തിരി. അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള നല്ല പുലാവ് കൂടെ റെഡി ആയിട്ടില്ല. ചോറെല്ലാം ഇങ്ങനെ നല്ല വിട്ട് വന്നിട്ടുണ്ട്. നവരാത്രി ആഘോഷമുണ്ടായതുകൊണ്ട് കുട്ടികൾക്ക് ഇഷ്ടമുള്ള വെജ് പുലാവും പിന്നെ കോളിഫ്ലവർ ഫ്രൈയും പിന്നെ ഒരു കച്ചമ്പറിയാണ് ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത്.